ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. നമ്മളവിടെ ചിലപ്പോൾ അങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി യെസ് എന്ന് പറയുകയും ആ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷെ അറിയാതെ പോകുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്ന തെറ്റ്. ഇന്ന് സംസാരിക്കുന്നത് എസ്പെഷ്യലി അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസും ഈ സൈൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവും എന്നുള്ളതുമാണ്. ഏകദേശം 6 സൈൻസാണ് പറയുന്നത്. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇടുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഡെയിലി സംസാരിക്കുന്നവർ ഡെയിലി സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്ന ആളുകൾ ആ മെസ്സേജ് അയക്കുന്നത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും അയക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തപ്പോൾ എനിക്ക് മെസ്സേജ് ഒന്നും വരാത്തത്, ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് അവർ ചെയ്യുന്നത് നിങ്ങളൊന്ന് മിസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആ ഒരു ഇഷ്ടം തുറന്നു പറയട്ടെ, അവരുടെ വാല്യൂ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ കുറച്ചു സൈലൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഒരു സ്പേസ് നിങ്ങൾക്ക് തരുന്നത് അവിടെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇഷ്ടമാണ് എന്ന് പറയാനുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇത് മാത്രം എടുത്തുകൊണ്ട് പോയി പറയാൻ നിൽക്കേണ്ട, കുറച്ച് സൈൻസ് കൂടി പറയുന്നുണ്ട്, തുടർച്ചയായിട്ട് കാണുക. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സൈൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളെ കളിയാക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും ഇടപഴകുന്ന സമയത്ത് എല്ലാവരും ചെയ്തുകൊള്ളണമെന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് ആളുകളും നിങ്ങളെ കളിയാക്കുക, പ്രൊവോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭയങ്കര ഈഗോ ഉള്ള ആളാണോ, അവർക്ക് പറ്റിയ ആളാണോ എന്നൊക്കെയുള്ള ടെസ്റ്റിങ്ങുകളാണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കളിയാക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെങ്ങനെയാണ്, അപ്പോഴും നിങ്ങൾ കാമാണോ, നിങ്ങളെങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈഗോ ഒന്നും ഇല്ലാത്ത അങ്ങനെ ഒരു സ്മൂത്തായിട്ടുള്ള നല്ലൊരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് കുറച്ചുകൂടി ചേസിങ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രൊവോക്കിങ്ങും അതുപോലെ ടീസിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ സ്നേഹത്തോടു കൂടിയുള്ള നോട്ടവും പിന്നെ അതുപോലെ തന്നെ കണ്ണ് വളരെ സ്ലോലി ബ്ലിങ്ക് ചെയ്യുന്നത്, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. നമ്മൾ നോർമലി ബ്ലിങ്കിങ് അല്ലാതെ വളരെ സ്ലോലി കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഐസ് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യേക സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു ഐസിൻ്റെ മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്, എസ്പെഷ്യലി റിലാക്സ്ഡ് ആയിട്ടുള്ള ബ്ലിങ്കിങ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത സൈൻ എന്ന് പറയുന്നത് അവരുടെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഷെയ്ഡ്സൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നു, ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുന്നു, നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും വളരെ ഭംഗിയോടുകൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവരിൽ ചെറിയ ചെറിയ ആ അപ്പിയറൻസിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടം പറയണം എന്നുള്ളത് തന്നെയാണ്. സോ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ അടുത്ത സൈൻ, അവർ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവർ താല്പര്യം കാണിക്കുക, അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക, പോകുന്ന സമയത്ത് പോവാൻ മനസ്സില്ലാത്ത പോലെ
ആ സമയമാകുമ്പോൾ തിരിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെയൊക്കെ പ്രവർത്തികൾ കാണുന്നുണ്ടെങ്കിൽ അതും വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവരോടൊന്ന് പറയുക. കാരണം അവരത്രയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ട് പറയാൻ മടിയായത് കൊണ്ടായിരിക്കാം അവർ പറയാത്തത്. ഓക്കെ, ഇനി അടുത്ത സൈൻ എന്ന് പറയുന്നത് അവർ തന്നെ ഒരുപാട് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡൈനിങ് അവർ ഇൻവൈറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഒരു യാത്ര പോവുക, അപ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പാർക്കുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുക. അവിടെ ഒരു പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളെ വിളിക്കുന്നു, നമുക്ക് പാർക്കിൽ പോയാലോ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ട്രിപ്പ് പോയാലോ, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ്സ് അവരായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇനീഷ്യേഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങൾ അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ 6 സൈൻസ് പറഞ്ഞതിൽ ഒരു 4 സൈൻസ് എങ്കിലും കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്തോളൂ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അറിയാൻ ഞങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. എനിവേ താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.